ഈ ഒരു മീൽ പ്രെപ്പ് എല്ലാവർക്കും ധൈര്യമായിട്ട് ഫോളോ ചെയ്യാമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. കാരണം ഇത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്ത് വെക്കാറുള്ളതാണ്. ഇതുകൊണ്ട് യാതൊരു പ്രശ്നവും എനിക്കുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഇത് ഒരുപാട് സഹായകവുമാണ്. എൻ്റെ ജോലി തിരക്കുകൾക്കിടയിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു വെക്കുന്നത് കൊണ്ട് എനിക്ക് രാവിലെ വളരെ ഫ്രഷായിട്ട് ജോലിക്ക് പോകാനൊക്കെ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തിരക്കുള്ള വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കും ഉറപ്പായിട്ടും ഈ ഒരു മീൽ പ്രെപ്പ് സഹായമാകുമെന്ന് ഉറപ്പ് തരുന്നു. എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നുമല്ല, വളരെ ചെറിയതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു വെക്കുന്നത്. പക്ഷേ നമ്മുടെ ഡെയിലി കുക്കിങ്ങിന് ഇത് വളരെ ഉപകാരപ്പെടുമെന്ന്. നമ്മുടെ ഡെയിലി കുക്കിങ്ങിന് വെജിറ്റബിൾസിന് നല്ലൊരു പ്രാധാന്യമുണ്ടല്ലേ. വെജിറ്റബിൾസ് ഒഴിവാക്കിയിട്ടുള്ള ഒരു കുക്കിങ്ങും നമുക്ക് കേരളീയർക്കില്ല. എന്തെങ്കിലും ഒരു തോരനും ചാറുമൊക്കെ നമ്മൾ കൃത്യമായിട്ടും ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ ആഴ്ചയിലൊന്ന് നമ്മൾ വെജിറ്റബിൾസ് പർച്ചേസ് ചെയ്യുക. അതിപ്പോൾ സാറ്റർഡേ ആയിക്കോട്ടെ സൺഡേ ആയിക്കോട്ടെ വാങ്ങിക്കൊണ്ടുവന്ന വെജിറ്റബിൾസ് എല്ലാം നല്ല ഫ്രഷായിട്ട് ഇതുപോലെ വാഷ് ചെയ്യുക. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് പലപ്പോഴും വെജിറ്റബിൾസ് കേടായി പോയിട്ടുണ്ടെന്ന്. അതിനൊരു കാരണമുണ്ട്. നമ്മൾ തലേന്ന് വാഷ് ചെയ്ത് വെക്കുക. വാഷ് ചെയ്തിട്ട് ഞാൻ ഇതിന് മുന്നൊരു മീൽ പ്രെപ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തലേന്ന് വാഷ് ചെയ്ത പച്ചക്കറികൾ, അതായത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റോളം വെച്ചതിന് ശേഷം 3-4 തവണ നമ്മൾ വെള്ളത്തിൽ കഴുകി എടുക്കുക. വെള്ളം മാറി കഴുകി എടുത്തതിന് ശേഷം ഒരു ഡൈനിങ് ടേബിളിൽ തുണി വിരിച്ചതിന് ശേഷം അതിലേക്ക് ഈ വെജിറ്റബിൾസ് നിരത്തിയിടുക. ഭിത്തിയോട് ചേർത്തിടാതെ നടുക്കായിട്ടാണല്ലോ ഡൈനിങ് ടേബിളൊക്കെ ഇടാറ്. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മളിതുപോലെ വിരിച്ചിട്ടിട്ട് അത് നന്നായിട്ട് വെള്ളം വാർന്നു പോകും പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേനും. അപ്പോൾ വെള്ളം നന്നായിട്ട് പോയതിന് ശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്ത് വെക്കാവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ വെജിറ്റബിൾസ് കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വെജിറ്റബിൾസ് കേടായി പോകാതിരിക്കാനായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് നാളിരിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ട്, പെട്ടെന്ന് കേടായി പോകുന്ന വെജിറ്റബിൾസും ഉണ്ട്. പെട്ടെന്ന് കേടായി പോകുന്ന പച്ചക്കറികൾ നമ്മൾ ആദ്യം എടുക്കാൻ, അതെങ്ങനെയൊക്കെയാണെന്ന് ഞാൻ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന സമയത്ത് പറയാവേ. ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് കുറച്ച് ശർക്കര എടുത്ത് നമ്മൾ ഉരുക്കി കുറച്ചെടുത്ത് നമുക്ക് വെക്കാം. അതുപോലെ തന്നെ ഉരുക്കിയെടുത്ത ശർക്കര നമുക്ക് കുറേ അധികം നാൾ നമുക്ക് ഫ്രിഡ്ജിലുമായിട്ട് സൂക്ഷിക്കാം. പിന്നെ ഇതുപോലെ ചിരണ്ടി എടുത്ത് കുറച്ച് ശർക്കരയും നമുക്ക്, കാരണം ശർക്കര നമുക്ക് എപ്പോഴും തന്നെ എന്തെങ്കിലുമൊക്കെ പലഹാരം ഉണ്ടാക്കാനും 4 മണിക്ക് കുട്ടികൾ വരുമ്പോൾ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ നമുക്ക് വേണ്ടതാണ്. അപ്പം ഞാനൊക്കെ ജോലിക്ക് പോകുന്നതുകൊണ്ട് വരുമ്പോൾ ഈ ശർക്കര ചിരണ്ടാനും പെറുക്കാനും ഒക്കെ സമയം എടുക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഇച്ചിരി ചിരണ്ടി വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പലഹാരത്തിലേക്കൊക്കെ എടുത്തിടാം. അപ്പോൾ അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. പിന്നെ ഇതുപോലെ നമുക്ക് ലായനിയായിട്ട് എടുത്തിട്ട് ശർക്കര പാനിയാക്കിയിട്ട് നമുക്ക് ഗ്ലാസ് ബോട്ടിലുകളിൽ എടുത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. പെട്ടെന്ന് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹായമാകും. അതുപോലെ തന്നെ തേങ്ങ പലരും പറയുന്നുണ്ട് അഴുക്കായി പോകുന്നുണ്ട്, ചിരണ്ടി വെച്ചതിന് ശേഷം 2 ദിവസം കഴിയുമ്പോഴത്തേനൊക്കെ അഴുക്കായി പോകുന്നുണ്ടെന്ന്. നമ്മൾ തേങ്ങ ചിരണ്ടിയതെടുത്ത് ഫ്രീസറിൽ തന്നെ വെക്കുക. അങ്ങനെ കേടായി പോകുന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ തന്നെ വയ്ക്കുക. അതിനുശേഷം നമുക്ക് പിറ്റേ ദിവസം തേങ്ങ അരച്ചുള്ള കറികളാണെന്ന് നമുക്കറിയാമല്ലോ എന്ത് കറിയാണ് നമ്മൾ പിറ്റേ ദിവസം വെക്കുന്നതെന്ന്. അപ്പോൾ അതിനുള്ള തേങ്ങ മാത്രം എടുത്ത് ഫ്രീസറിൽ നിന്ന് താഴേക്ക് എടുത്തു വെക്കുക. അപ്പോൾ രാവിലെ അതിൻ്റെ ഐസൊക്കെ വിട്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിലിരിക്കും, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. ചിലർ പറഞ്ഞു തേങ്ങയൊക്കെ അരയ്ക്കുമ്പോൾ അത് പിരിഞ്ഞു പോകുന്നതെന്ന്. അതൊക്കെ ഇതായിരിക്കാം. പിന്നെ എണീറ്റ് വരുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കേണ്ട സാധനങ്ങളൊക്കെ ആദ്യം തന്നെ പുറത്ത് വെച്ചിട്ട് ബാക്കി പണികൾ തുടങ്ങാവുള്ളൂ. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ശർക്കരപ്പാനി ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിലേക്ക് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇതുപോലെ റവയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചതെടുത്ത് വറുത്ത്, അതിപ്പോൾ നമ്മൾ അന്നേരം മറക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം ഒരുപാട് പോകും. രാവിലെയൊക്കെ റവ വറുത്തെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സമയം പോകും. അപ്പോൾ നമുക്കിതുപോലെ വറുത്ത് നന്നായിട്ട് ആറിയതിന് ശേഷം ഇതുപോലെ ഒരു ബോട്ടിലേക്ക് അടച്ചു വെക്കുകയാണെങ്കിൽ ആവശ്യത്തിന് പെട്ടെന്ന് തന്നെ നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് തലേന്ന് വെക്കുകയാണെങ്കിൽ 5 മിനിറ്റും കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്ക് സമയമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റിട്ട് പെട്ടെന്ന് തിരക്ക് പിടിക്കുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇറച്ചി മീനൊക്കെ വാഷ് ചെയ്തതിന് ശേഷം അരപ്പ് തേക്കാനുള്ള അരപ്പ് തേച്ച് വെക്കുക. അല്ലാത്തത് നമ്മളിതുപോലെ ഫ്രിഡ്ജിൽ നന്നായി വൃത്തിയായിട്ട് കഴുകി ഓരോ തവണയും എടുക്കേണ്ട എമൗണ്ട് അനുസരിച്ച് പല പാത്രങ്ങളിലായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. എൻ്റെ ഫ്രിഡ്ജ് വളരെ ചെറിയ ഫ്രിഡ്ജായതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഞാൻ മേടിക്കാറുള്ളൂ. ബാക്കി ഞാൻ കറിയാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ അച്ചാറുകൾ 1-2 അച്ചാറിട്ട് വെച്ചാൽ അത്രയും എളുപ്പം. തീരുന്നതനുസരിച്ച് നമ്മളിതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അത് മൊത്തമായിട്ട് തീർന്നു പോകാൻ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. ഇപ്പോൾ ഒരച്ചാറ് ഓൾറെഡി ഫ്രിഡ്ജിലുണ്ടെങ്കിൽ വേറൊരു അച്ചാറും കൂടെ നമ്മൾ സമയം കിട്ടുന്നതനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ ഒരെണ്ണം തീർന്നു പോയാലും നമുക്ക് മറ്റൊന്നുണ്ടല്ലോ. എപ്പോഴും അച്ചാറുകളൊക്കെ ഒരു കറിയാണ്, സമയം തീരെ ഇല്ലാത്ത സമയം നമുക്ക് എളുപ്പത്തിൽ എടുക്കാവുന്ന ഒരു കറികളാണ്. പിന്നെ ഈ ആഴ്ചത്തിലുള്ള മീൻ
ഒരാഴ്ചത്തിനുള്ളത് ഇതുപോലെ തന്നെ അരപ്പ് തേച്ച് നമ്മൾ വെക്കാനുള്ളത് അതും വെക്കുക. അതുപോലെ തന്നെ അല്ലാത്തത് ഇതുപോലെ വാഷ് ചെയ്ത് ബോക്സിലാക്കി അടച്ച് വെക്കുക. വെള്ളം നിറയെ ഒഴിച്ച് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷ്നെസ് നഷ്ടപ്പെടുകയാണെന്നൊക്കെ പറയാറുണ്ട്. ഞാൻ ചിലപ്പോൾ അങ്ങനെ ചെയ്യും, ചിലപ്പോൾ അങ്ങനെ തന്നെ വെക്കാറുമുണ്ട്. എങ്ങനെയാണെങ്കിലും എനിക്കങ്ങനെ ഒത്തിരി ദിവസം ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടതായിട്ട് തോന്നില്ല. അതിന് ഒത്തിരി ദിവസം നമ്മൾ വെക്കുന്നില്ല, എന്താണെങ്കിലും 1 വീക്കിനുള്ളിൽ നമ്മൾ 2-3 ദിവസത്തിനുള്ളിൽ നമ്മളത് എടുത്ത് കറി വെക്കുമല്ലോ. അപ്പോൾ അതങ്ങനെ. പിന്നെ ഇപ്പം ഞാൻ ഈ തേങ്ങ പുറത്തെടുത്ത് കാണിച്ചത് വേറൊന്നുമല്ല, ഇതിന് മുന്നേ ഞാൻ ചിരണ്ടി വെച്ചിരുന്ന തേങ്ങയാണ്. അത് ഫ്രീസായിട്ടിരിക്കുന്നുണ്ട്. അതായത് ഇതുവരെ കഴിഞ്ഞ ആഴ്ച എടുത്ത് വെച്ചതാണ്. ഇപ്പോൾ ഞാൻ സെപ്പറേറ്റ് വേറെ 2 പാത്രങ്ങളിലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുവരെ ആ തേങ്ങയ്ക്ക് ഒരു കേടുമില്ല. ഞാനത് ഇതിന് മുന്നേ തേങ്ങ അരച്ചിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളായി പോയെന്ന് പറഞ്ഞുകൊണ്ടൊന്ന് കാണിച്ചു തന്നതാണ്. ഇനി നമുക്ക് വെജിറ്റബിൾസിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. വെജിറ്റബിൾസ് ഈ കോവയ്ക്ക, അതുപോലെ തന്നെ വെള്ളരിക്ക, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ ഒത്തിരി അരിഞ്ഞ് സൂക്ഷിച്ച് വെക്കരുത്. അതുപോലെ തന്നെ ഈ മുരിങ്ങക്കായും അങ്ങനെ തന്നെയാണ് കേട്ടോ. മുരിങ്ങക്കായ നമ്മൾ ഫ്രീസറിലേക്ക് വെക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് 1-2 തവണ അത് കേടായിപ്പോയി, ഇതുപോലെ നോർമലായിട്ട് താഴെ വെച്ചിട്ട് വെജിറ്റബിൾ ബോക്സിൽ വെച്ചിട്ട്. പിന്നെ ബാക്കിയുള്ള പച്ചക്കറികളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളരിക്കയൊക്കെ നമുക്ക് പിറ്റേ ദിവസം എടുക്കുന്നതിന് അരിഞ്ഞു വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ബീൻസ്, ഇങ്ങനെ അച്ചിങ്ങ പയർ, അതൊക്കെ നമുക്ക് കുറച്ചധികം ദിവസങ്ങൾ ഇരുന്നോളും, വേറെ കേടൊന്നും പറ്റില്ല. കാരണം അധികം ജലാംശം ഇല്ലാത്ത വെജിറ്റബിൾസ് ആണല്ലോ അതൊക്കെ. അതുപോലെ തന്നെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, അതൊക്കെ ഇങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാമല്ലോ. ഇപ്പോൾ തോരനാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് 2 എണ്ണത്തിൽ നിന്ന് ഞാൻ എപ്പോഴും മിക്സഡ് ആയിട്ടാണ് തോരൻ വെക്കുന്നത്. വെജിറ്റബിൾസ് ഇതിൻ്റെ കൂടെ ക്യാബേജ് ഇടും, പിന്നെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, അങ്ങനെ മിക്സഡ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് 2 എണ്ണം എടുത്ത് ചോപ്പറിൽ അരിഞ്ഞെടുക്കാം. അതെല്ലാം മെഴുക്കുവരട്ടിക്കാണെങ്കിൽ നീളത്തിൽ അരിഞ്ഞെടുക്കാം, ഇങ്ങനെ ആക്കി വെക്കുവാണെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നത്. നമുക്ക് ചോപ്പറിലേക്ക് ഇട്ടാൽ പെട്ടെന്ന് അരിഞ്ഞെടുക്കാമല്ലോ. അപ്പോൾ വെജിറ്റബിൾസ് സ്റ്റോർ ചെയ്യുമ്പോൾ എപ്പോഴും ജലാംശം ഒട്ടും ഇല്ലാതെ തന്നെ സ്റ്റോർ ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, ജലാംശം കൂടുതലുള്ള വെജിറ്റബിൾസ് നമ്മൾ അധിക ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതിരിക്കുക. പിറ്റേ ദിവസത്തേന് തന്നെ ഉള്ളത് മാത്രമേ അങ്ങനെയുള്ളത് നമ്മൾ സൂക്ഷിച്ച് വെക്കാവുള്ളൂ. അല്ലാത്തത് കട്ട് ചെയ്യാതെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. കട്ട് ചെയ്യാതെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൂടി ലാസ്റ്റ് ചെയ്തോളൂ. അപ്പം നമ്മൾ അങ്ങനെയാണെങ്കിൽ തലേന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എടുക്കാമല്ലോ. അങ്ങനെയും ചെയ്യാം. അപ്പോൾ അത് നമ്മൾ പുറത്ത് വെച്ചാൽ പോലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കുകയില്ല, അഴുക്കായി പോകത്തില്ല. അപ്പോൾ ഞാൻ ഈ ആഴ്ചത്തേക്കുള്ള വെജിറ്റബിൾസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ എടുക്കാൻ പോകുന്നത് ഈ കോവയ്ക്കായും പിന്നെ കുക്കുംബർ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുമാണ് കേട്ടോ. അപ്പോൾ ഒരു സെക്ഷൻ മെഴുക്കുവരട്ടിക്ക്, ഒരു സെക്ഷൻ തോരനുമായിട്ടാണ് ഞാൻ കോവയ്ക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളിതുപോലെ പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളിയൊക്കെ നമ്മൾ ഇതുപോലെ എപ്പോഴും റെഡിയാക്കി, കറിവേപ്പിലയൊക്കെ റെഡിയാക്കി വെക്കുക. ഇങ്ങനെ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലൊന്നും ജലാംശം ഉണ്ടാവാൻ പാടില്ല. എല്ലാം നന്നായിട്ട് വൈപ്പ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കുക. വേണമെങ്കിൽ ഓരോ ടിഷ്യൂ പേപ്പർ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിനുള്ളിലേക്ക് നിറച്ച് വെക്കാവുന്നതാണ്. പിന്നെ ഈ പച്ചമുളകിൻ്റെയൊക്കെ തണ്ട് കളഞ്ഞിട്ട് തന്നെ വെക്കണം. കാരണം തണ്ടോടുകൂടി വെച്ചിട്ടുണ്ടെങ്കിൽ തണ്ട് അഴുകി കഴിയുമ്പോൾ പച്ചമുളകും പെട്ടെന്ന് അഴുക്കായി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉള്ളിയിലും ഇഞ്ചിയിലും ഒക്കെ ഇച്ചിരി ജലാംശം കൂടുതലുണ്ട്. അതൊക്കെ നന്നായിട്ട് തുടച്ചതിന് ശേഷം മാത്രം വെക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് ഞാൻ റെഡിയാക്കി വെക്കാറുണ്ട് കേട്ടോ. അതെപ്പോഴും എൻ്റെ ഫ്രിഡ്ജിൽ ഇപ്പോൾ ഓൾറെഡി ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഇപ്രാവശ്യം അത് കാണിക്കുന്നില്ല. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറേ നാളുകൾ ഇരുന്നോളൂ, നമുക്ക് എപ്പോഴും കുക്കിങ്ങിൽ ആവശ്യമുള്ളതല്ലേ. പിന്നെ അടുത്ത 2-3 ദിവസത്തേന് നമുക്ക് കുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന കറികളാണ് മോര് കറി, മീൻ കറിയൊക്കെ. ഇതൊന്നും 2-3 ദിവസം ഇരുന്നു എന്ന് വെച്ചാൽ, അതായത് പുളിയിട്ട കുടംപുളിയൊക്കെ ഇട്ട് വെച്ച മീൻ കറി, ഇതുപോലെ മോര് കറിയൊക്കെ വെച്ചിട്ടുണ്ട്. 2-3 ദിവസത്തേന് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാഫ് പോർഷൻ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക, ഹാഫ് പോർഷൻ ഇപ്പോഴത്തേനും എടുക്കുക. അങ്ങനെ ഞാൻ എപ്പോഴും ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അടുത്ത 2 ദിവസത്തിലേക്ക് നമുക്ക് ചാറുകറിക്ക് വേണ്ടിയിട്ട് അലയണ്ട. പിന്നെ മോര് കറിക്ക് ഇത്തിരി ടേസ്റ്റ് കൂടാനായിട്ട് ഒരല്പം പഞ്ചസാര ഞാൻ എപ്പോഴും ഇട്ട് കൊടുക്കാറുണ്ട്. ഒത്തിരിയല്ല, ലേശം. അതൊന്ന് ആ പുളിയൊക്കെ ഒന്ന് ബാലൻസായി പോകാൻ നല്ലതാണ്. പിന്നെ ടേസ്റ്റും കൂടും കേട്ടോ മോര് കറി വെക്കുമ്പോൾ. അപ്പോൾ ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം ഞാനൊരു ബോട്ടിലേക്കാക്കി കുറച്ചെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും. അപ്പോൾ നാളെ ഇന്നത്തെ കറിക്കും ഇത് ഓക്കെയാണ്. നാളെ വേണമെങ്കിൽ അത് എടുക്കണ്ട, വേറെ എന്തെങ്കിലും ചാറ് കറി 2 ദിവസം അടുപ്പിച്ചൊക്കെ മോര് കറി നമുക്ക് വെറുപ്പായി പോയാലോ. അപ്പോൾ നാളെ വേറൊരു കറി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമുക്ക് ഈ മോര് കറി ചാറിനായിട്ടെടുക്കാം. ഇനി അഥവാ പെട്ടെന്ന് ചാറ് കറിയൊന്നും വെക്കാൻ സമയം കിട്ടാത്തൊരു ദിവസമാണെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ തേങ്ങ വറുത്ത് സൂക്ഷിക്കുക. 2-2.5-3 മാസത്തോളമൊക്കെ ഒരു കേടുമില്ലാണ്ട് വറുത്ത തേങ്ങ നമ്മുടെ ഫ്രിഡ്ജിലിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സവാളയൊക്കെ തോല് കളഞ്ഞ് വെക്കാം. അരിഞ്ഞ് വെക്കരുത്, സവാള ഒരിക്കലും അരിഞ്ഞ് വെക്കരുത്, അത് കൊള്ളത്തില്ല, ഫ്രിഡ്ജ് മുഴുവൻ ഭയങ്കര സ്മെല്ലാവും. പിന്നെ ദോശമാവ് അരച്ച് വെക്കാം. അപ്പം ഞാൻ ഹാഫ് പോർഷൻ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു, ഹാഫ് പോർഷൻ നമുക്ക് നാളത്തേനുള്ളതാണ്.
പിന്നെ തേങ്ങ വറുത്തപ്പോഴത്തേനും ആറി അതും ഞാനൊരു ടിന്നിലേക്ക് ആക്കിയിട്ടുണ്ട്. മോരുകറി സെപ്പറേറ്റ് ചെയ്ത് വെക്കുവാണ്. 2 ടിന്നുകളിലാക്കി വെക്കുന്നു. ഒന്നിപ്പോഴത്തേക്കും 1-2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാനും വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് സമയം കിട്ടുമ്പോൾ മോരുകറി തീരുന്നത് ഞാൻ അടുത്ത സെക്ഷൻ ചിലപ്പോൾ മോരുകറി ഉണ്ടാക്കി വെക്കും. ഇപ്പോൾ 2 ആഴ്ച അടുപ്പിച്ച് മോരുകറി ആയിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു വിഷമതയാവും. അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. എങ്കിലും മോരുകറിയൊക്കെ ഇവിടെ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ അധികം ഉണ്ടാക്കിയിട്ട് ഒരു പോർഷൻ എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് പതിവ്. വറുത്ത തേങ്ങയ്ക്ക് 1 മാസം 2 മാസത്തോളം ഒരു കേടുമില്ലാതെ ഇരുന്നോളും. എനിക്കത് അനുഭവമാണ്. പിന്നെ മീൻകറി ഇതുപോലെ കുടംപുളി ഇട്ട് വെച്ച മീൻകറി നമുക്ക് 2-3 ദിവസത്തേന് ഒരു കേടുമില്ലാതിരിക്കും. ഇതിനിപ്പോൾ കറി വെച്ചിട്ട് ഇത് ഫ്രിഡ്ജിലേക്കൊന്നും വെക്കേണ്ട കാര്യമില്ല. എല്ലാ ദിവസവും വൈകുന്നേരം നമ്മളൊന്നെടുത്ത് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അതിലെന്തെങ്കിലും ദോഷമുണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണേ. ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം അതെടുത്തൊന്ന് ചൂടാക്കി വെക്കും. കാരണം അത് എല്ലാ ദിവസവും ചൂടാക്കി വെക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ മല്ലിപ്പൊടിയൊന്നും ഞാൻ ചേർക്കാറില്ല ഇതിലേക്ക്. തേങ്ങ അരയ്ക്കാറില്ല. പെട്ടെന്ന് മുളകിട്ടൊരു മീൻകറി. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന മീൻകറിയെ ദിവസങ്ങളോളം ഇരിക്കുള്ളൂ. തേങ്ങ അരച്ച മീൻകറിയൊക്കെ എത്രത്തോളം ഇരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. മുളകിട്ട കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് ഞാൻ കുറേ ദിവസങ്ങളിലേക്ക് വെക്കുന്നത്. പിന്നെ ഞാൻ ചെയ്യാറ് കടലയൊക്കെ മുളപ്പിച്ച് വെക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ മുളപ്പിച്ച് വെച്ചതാണ്. ഇതൊരു തോരന് നല്ല സൂപ്പറാണ് കേട്ടോ. ഇങ്ങനെ മുളപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്ന് തോരൻ വെക്കാനായിട്ട്. ഇത് കുക്ക് ചെയ്തല്ലല്ലോ നമ്മൾ വെക്കുന്നത്, മുളപ്പിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുമല്ലേ. അപ്പോൾ അതിനൊരു കുഴപ്പമില്ല. പിന്നെ എനിക്കിങ്ങനെ മുളപ്പിച്ചത് നമുക്ക് സാലഡിലൊക്കെ ഇടാൻ അങ്ങനെയൊക്കെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതുപോലെ മുളപ്പിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു തോരൻ വെക്കണമെങ്കിൽ വളരെ എളുപ്പം ഇച്ചിരി തേങ്ങ ഒതുക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെക്കാം. നല്ല ഗുണമുള്ള നമുക്കെല്ലാവർക്കും നല്ല ഗുണമുള്ള സാധനം. അപ്പം ഇങ്ങനെയും ഞാൻ ചെയ്ത് വെക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ അതും ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുവാണ്. കുറച്ചിങ്ങനെ പച്ചയ്ക്ക് തിന്നാനായിട്ട് ഞാൻ സൈഡിലേക്ക് മാറ്റിയതാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് അങ്ങനെ മുളപ്പിച്ച് തിന്നാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഹോം ഓർഗനൈസേഷൻ, ക്ലീനിങ്, കുക്കിംഗ് ടിപ്സ് എന്നൊക്കെയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യണേ.